പഴയ കാലത്തെ ഏറ്റവും പ്രമുഖ നടന്മാരായിരുന്നു സത്യൻ പ്രേംനസീർ, ജയൻ. എക്കാലത്തെയും ഏറ്റവും നല്ല നടനായി കണക്കാക്കിയിരുന്നത് പ്രേം നസീറാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും എല്ലാ പ്രേക്ഷകരെയും സന്തോഷിപ്പിക്കുന്നതും രസിപ്പിക്കുന്നതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും അപ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം അവസാന കാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും അത് കോൺഗ്രസിലേക്ക് മാത്രമേ അദ്ദേഹം ഇറങ്ങിയുള്ളൂ. അതിൽ പരാജയമായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമാ ലോകവും വ്യക്തിപരമായ ജീവിതവും വൻ വിജയമായിരുന്നു. അതായത് അത്രയും അദ്ദേഹത്തെ മലയാളികൾ ഇഷ്ടപ്പെട്ടിരുന്നു. 600-ലധികം സിനിമകൾ അഭിനയിച്ചു കൂട്ടിയ ആ അഭിനയ ചക്രവർത്തിയെ മലയാളികൾ മനസ്സിലേറ്റിക്കൊണ്ട് നടന്നത് അദ്ദേഹത്തിൻ്റെ മതേതരത്വ മൂല്യം ഒന്നുകൊണ്ട് തന്നെയാണ്. കാരണം ഒരു മതവിരുദ്ധമായ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരികയോ പ്രവൃത്തിയിലുണ്ടാകുകയോ ചെയ്തിട്ടില്ല. രാമുൻ എൻ്റെ കൂടെ അയച്ചാൽ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. കൂടാതെ അങ്ങക്ക് ഒരു തുക ആശ്രമത്തിന് വേണ്ടി സംഭാവന നൽകുകയും ചെയ്യാം. അവൻ അമ്മയുണ്ട്, ചോദിച്ച് വിവരം ഞാൻ അറിയിക്കാം. എല്ലാ മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും തങ്ങളുടേതല്ലാത്ത വിശ്വാസങ്ങളെ ഇകഴ്ത്തി കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഒരു മതേതരവാദിയെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും മുഹമ്മദ് കുട്ടിയെ പോലുള്ള അഭിനേതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവർ തന്നെയാണ് ഇവിടുത്തെ മതേതരത്വത്തിൽ കളങ്കം ചാർത്തിയത്. ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി കേരളത്തിലെ മതേതരത്വത്തിൽ വെള്ളം ചേർത്ത് അവർ പറയുന്നതാണ് യഥാർത്ഥ മതേതരത്വമെന്ന് അവർ ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ചു. പ്രേം നസീറിനെ പോലെ മറ്റൊരു നടനായിരുന്നു മാമുക്കോയ. അദ്ദേഹവും തൻ്റെ വ്യക്തിജീവിതവും സിനിമാ ജീവിതവും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത്. മാമുക്കോയയുടെ ഓരോ സിനിമയും നമ്മളെ വളരെയധികം രസിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, കൊടുക്കാം. അമ്മായിരിക്കും ബോംബെന്നാണ്. അമ്മായി അഹമ്മദ് സ്പീക്കിംഗ്. അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേനെ കെട്ടിയോൻ നിന്റെ അച്ഛന്റെ കെട്ടോള് പന്നി. എന്റെ അച്ഛന്റെ അച്ഛൻ ഓടി നായിന്റെ മോളെ ഓടി മരപ്പറ്റി. നാടോടിക്കാറ്റ് എന്ന് വേണ്ട സകല പടങ്ങളും ജനങ്ങളെ രസിപ്പിക്കുന്നതും കീലേരി അച്ചു ഒരു കാലത്തും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ അദ്ദേഹം എല്ലാ മലയാളികളെയും രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവർ രണ്ടുപേരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഒരാളിലും ഒരു വേദനയും സൃഷ്ടിക്കാതെയാണ് കടന്നുപോയിട്ടുള്ളത്. കൂടാതെ സിദ്ദീഖ് എന്ന വൈപ്പിങ്കരക്കാരനും നമ്മളിൽ നല്ല ഓർമ്മകൾ തന്നെയാണ് അവശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഇതേപോലുള്ള മതേതര മൂല്യം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി ആ വിശ്വാസത്തിലും മാറ്റങ്ങൾ വന്നുകൂടായികയില്ല. കാരണം മമ്മൂട്ടി എന്ന മഹാനടൻ്റെ പടങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഒരു നല്ല നടനായും മനുഷ്യസ്നേഹിയായും നമ്മൾ കണ്ടിരുന്നു. നല്ല മതേതര മൂല്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയുമായിട്ടാണ് നമ്മൾ ഇന്നേ വരെ കണ്ടിരുന്നത്. എന്നാൽ പുഴു എന്ന സിനിമയിലൂടെയും ഉണ്ട എന്ന സിനിമയിലൂടെയും മറ്റു ചില മലയാള പടങ്ങളിലൂടെയും വിഷം കലർത്താൻ ശ്രമിക്കുന്ന ഒരു പാഷാണത്തിൽ കൃമിയാണ് ഇദ്ദേഹമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. മമ്മൂട്ടി വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൽ തന്നെ അനേകം ജാതികളുണ്ട്. അതായത് 13-ലധികം ഇസ്ലാം വിഭാഗങ്ങളുണ്ട്. അതിൽ കേരളത്തിൽ കാണുന്ന ഏറ്റവും താഴ്ന്ന ഇസ്ലാം വിഭാഗമാണ് റാവുത്തരന്മാർ അല്ലെങ്കിൽ പട്ടാണികൾ എന്ന് അറിയപ്പെടുന്നത്. അതായത് പറൂർ വെടിമറ ഏരിയയിൽ കാണുന്ന റാവുത്തരന്മാരെ ഇവർ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടിരിക്കുന്ന ഏറ്റവും അധർകൃതരായി കാണുന്ന മുസ്ലിമുകളാണ്. അത്തരത്തിൽ ജാതിഭേദങ്ങൾ ഇവരുടെ മതത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ മമ്മൂട്ടി ഹിന്ദുക്കളുടെ കാര്യം അന്വേഷിക്കുവാൻ വരേണ്ട ആവശ്യമില്ല. മോഹൻലാൽ സവർണനായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും
ആ ജാതി ചിന്ത ഉൾക്കൊള്ളുന്നില്ല. മമ്മൂട്ടിക്ക് ഇത് കണ്ട് വേദനിക്കേണ്ട ആവശ്യവുമില്ല. ഹിന്ദുക്കളുടെ പ്രശ്നം തീർക്കുവാൻ ഹിന്ദുക്കൾക്ക് നല്ലവണ്ണം അറിയാം. അതിൽ മമ്മൂട്ടി ഇടപെടേണ്ട. സ്വന്തം മതത്തിലെ പ്രശ്നങ്ങൾ തീർത്ത് 6-ാം നൂറ്റാണ്ടിലെ കാട്ടുജീവിതം പേറി നടക്കുന്ന ഒരു മതത്തിൽപ്പെട്ട ആളാണ് ഹിന്ദുക്കളെ വിമർശിക്കാൻ വരുന്നത്. അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ കേരളത്തിലെ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ഏത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവനും കയറി തൊഴുകാം. അവിടെ നമ്പൂരിയും നായാടിയും മറ്റു വിഭാഗങ്ങളെ തിരിച്ചറിയുവാൻ പോലും പറ്റാത്ത വിധത്തിൽ പരിഷ്കാരങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ പോലും പോകുന്നത്. അതുപോലും മനസ്സിലാക്കുവാനുള്ള ബോധം മമ്മൂട്ടിക്കില്ലാതെ പോയി. ഇവിടെ നായരും നമ്പൂരിയും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഈ മമ്മൂട്ടിയെ പോലുള്ള വ്യക്തികളുമാണ് കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഹിന്ദു സ്ത്രീകൾക്ക് ഏതു ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥനയും അവരുടെ ആചാരങ്ങളും അനുഷ്ഠിച്ചു പോരുന്നതിന് ഒരു തടസ്സവുമില്ല. അവർക്കിഷ്ടപ്പെട്ട ഡ്രസ്സും ധരിക്കാം. ഏത് വിവാഹ ചടങ്ങുകളിലും ഏത് പുരുഷൻ്റെ കൂടെ ഇരുന്നും ഭക്ഷണവും കഴിക്കാം. എന്നാൽ ഇതൊന്നുമില്ലാത്ത മതത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഹിന്ദുക്കളെ വിമർശിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ പള്ളിയിൽ കയറി ആരാധന നടത്തുവാൻ കഴിയുകയില്ല. ഒരു വിവാഹവേദിയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ കഴിയുകയില്ല. ഇഷ്ടപ്പെട്ട വസ്ത്രം പോലും ധരിക്കുവാൻ കഴിയുകയില്ല. കണ്ണ് മാത്രം പുറത്ത് കാണിക്കുന്ന രീതിയിലേക്ക്, അതായത് പണ്ടത്തെ കാടത്ത ജീവിതം നയിക്കുന്ന ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആള് മറ്റുള്ളവനെ വിമർശിക്കുവാൻ വരുന്നു. അതായത് ഒരമില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്ന രീതിയിലാണ് മമ്മൂട്ടി ഹിന്ദുക്കളെ വിമർശിക്കുന്നത്. വടക്കൻ വീരഗാഥ പോലുള്ള ഹിന്ദു ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പടങ്ങളിൽ നിന്നാണ് മമ്മൂട്ടി എന്ന ഒരു നടന് പേരുണ്ടായതും അവാർഡുകൾ ലഭിച്ചതും. അല്ലാതെ ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊണ്ട് മാപ്പിളപ്പാട്ട് പാടിയും ഒപ്പന കളിച്ചുമല്ല അദ്ദേഹത്തിന് അവാർഡും പൈസകളും ലഭിച്ചതെന്ന് ഈ നടൻ ആലോചിക്കേണ്ടതായിരുന്നു. മമ്മൂട്ടിയുടെ സിനിമകളിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രാജ്യസ്നേഹികൾ നിങ്ങളെ ബഹിഷ്കരിക്കുകയും നിങ്ങളെ വെറുക്കുകയും ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ സിനിമയും എന്നേക്കുമായി ഇവിടെ നിന്ന് കെട്ടുകെട്ടേണ്ടി വരും. ഇന്ന് നിങ്ങൾക്ക് പേരും പ്രശസ്തിയുമെല്ലാം നേടിത്തന്നത് ഇവിടുത്തെ ദേശസ്നേഹികളായ മലയാളികളും മലയാള സിനിമാ പ്രേക്ഷകരുമാണെന്ന് മമ്മൂട്ടി ഒരിക്കലും മറക്കരുത്. അങ്ങനെ മറന്നാൽ നിങ്ങൾക്ക് പിന്നെ നിലനിൽപ്പുണ്ടാകുകയില്ല. നിങ്ങളുടെ സിനിമ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ ദേശവിരുദ്ധ സംഘടനകളായ മാവോയിസ്റ്റുകളെ പോലെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളെ വെള്ളപൂശുവാൻ ഇനിയെങ്കിലും സിനിമകളിൽ ശ്രമിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം നശിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സുരേഷ് ഗോപിയോ മോഹൻലാലോ നിങ്ങൾ അഭിനയിക്കുന്ന പടങ്ങളെയോ മറ്റുള്ള നിങ്ങളുടെ ആശയങ്ങളെയോ വിമർശിക്കുവാൻ വരുന്നില്ല. ഇനി ദിലീപിനെ പോലുള്ള ഒരു നടനെ ഇല്ലാതാക്കിയതിന് പിന്നിലും നിങ്ങളുടെ കൈകൾ ഉണ്ടായിരിക്കുമെന്ന് ഇനി മലയാളികൾ വിശ്വസിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഒരു കാലത്ത് മലബാർ ഏരിയകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലകളിലെ തിയേറ്ററുകൾ രാത്രി കത്തിച്ച് കളയുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. പല തിയേറ്ററുകളും അന്ന് അഗ്നിക്ക് ഇരയായത് ഈ ഇസ്ലാമിസ്റ്റ് വിശ്വാസികളുടെ കടന്നുകയറ്റം കൊണ്ടാണ്. അന്ന് നശിപ്പിച്ച തിയേറ്ററുകളെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ശക്തികളെക്കുറിച്ചും പിന്നീട് അന്വേഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇവിടെ ഒരു തീവ്രവാദി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പങ്കുചേരാതിരിക്കുക. കാരണം നിങ്ങളുടെ കലയും സാഹിത്യവും എല്ലാം നിലനിൽക്കണമെങ്കിൽ ഇതേപോലുള്ള ഒരു മതേതരത്വ രാജ്യത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരു മുഹമ്മദീയ വിശ്വാസമുള്ള രാജ്യത്തിൽ നിങ്ങളുടെ സിനിമയും നിങ്ങളുടെ കലയുമെല്ലാം ചവറ്റുകൊട്ടയിൽ തള്ളുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ മട്ടാഞ്ചേരി മുഹമ്മദ് കുട്ടി മയക്കുമരുന്ന് മാഫിയയെ തകർക്കുന്നതിന് നല്ല മൂല്യമുള്ള പടങ്ങൾ പിടിച്ചാൽ എന്തായാലും അത് വിജയിക്കുക തന്നെ ചെയ്യും. മലയാള സിനിമയുടെ ഇന്ന് വളരെ താരമൂല്യമുള്ള ഒരു നായകനാണ് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദൻ്റെ മേപ്പടിയാൻ ആ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചപ്പോൾ ഇവിടുത്തെ മതേതരവാദികൾ ഉറഞ്ഞുതുള്ളി. എന്നാൽ മമ്മൂട്ടിയുടെ സിനിമയിൽ SDPIയുടെ ആംബുലൻസ് കാണിച്ചപ്പോൾ മതേതരവാദികളുടെ
വായിൽ പഴം തിരികെ ഇരിക്കുകയായിരുന്നു. അതായത് അവർ ഇതൊന്നും കാണുന്നില്ല. അതായത് മമ്മൂട്ടിനെ പോലുള്ള അരിവാൾ വിഴുങ്ങികൾക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം. അവർ കാണിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊള്ളണം. അവരുടെ പൈസ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് തീവ്രവാദ പ്രവർത്തനവും നടത്താം. അതാണ് ഇവിടുത്തെ അംഗീകൃത നിയമം. ഉണ്ണി മുകുന്ദൻ്റെ മറ്റൊരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിനും വന്നു പ്രശ്നം. മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിനും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട സിനിമയായപ്പോൾ അവിടെയും അരിവാൾ വിഴുങ്ങികൾ പ്രശ്നമുണ്ടാക്കി. അരിവാൾ വിഴുങ്ങികൾക്ക് ആ സമയത്ത് മാത്രമേ അരിവാൾ വയറ്റിൽ കുത്തിക്കയറുകയുള്ളൂ. അതായത് ഇത്രയും രാജ്യദ്രോഹികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അതായത് രാജ്യദ്രോഹികളെ വളർത്തുന്നതിന് ഇവർക്ക് നല്ല പങ്കുണ്ട്. പകൽ സമയത്ത് അരിവാൾ ചിറ്റിയയുടെ തണലിലും രാത്രി പോപ്പുലർ ഫ്രണ്ടിൻ്റെ തണലിൽ ജീവിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് കൂട്ടുകെട്ടാണ് ഇന്ന് കേരളത്തെ നയിക്കുന്നത്. മമ്മൂട്ടിയുടെ പുതിയ ചിത്രമാണ് ടർബോ. അതിൻ്റെ വിജയത്തിന് വേണ്ടി മലയാളികളോട് അപേക്ഷിക്കുമ്പോൾ തനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഇത് ആവർത്തിക്കില്ല എന്നുകൂടി അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം താൻ ചെയ്ത തെറ്റാണെന്ന് പറയുന്നത് നന്നായിരിക്കും. മലയാളികൾ മമ്മൂട്ടിയുടെ സിനിമ ബഹിഷ്കരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഇത്രയും മോശമായ ആശയങ്ങൾ പേറുന്നവരുടെ സിനിമ ഒരു കാരണവശാലും വിജയിപ്പിക്കേണ്ടതില്ല. അത് മലയാളികളുടെ കടമയുമല്ല.